നമസ്കാരം. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവലിയുകയാണോ? നടപ്പാക്കേണ്ട എന്ന മുൻ തീരുമാനം മാറ്റണോ എന്ന് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും CPIയെ അവഗണിക്കുന്ന സമീപനം ഉണ്ടാകില്ലെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കിട്ടുന്ന ഫണ്ട് എന്തിന് കളയണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കടുത്ത എതിർപ്പാണ് CPM അടക്കമുള്ള എല്ലാ ഇടത് പാർട്ടികൾക്കും. അത് തുടരുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി ആവർത്തിച്ചു. PM ശ്രീ നടപ്പാക്കാൻ മുന്നണി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും നടപ്പാക്കാൻ തയ്യാറാണെന്ന് കാട്ടി വിദ്യാഭ്യാസ സെക്രട്ടറി കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. ഈ കത്തും പുറത്തു വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ ഉല്ലാസ് ബാബു BJP, അഡ്വക്കേറ്റ് BN ഭാസ്കർ ഇടത് സഹയാത്രികൻ, ശ്രീ അമൃത് ജി കുമാർ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നിവർ. ആദ്യം ശ്രീ BN ഭാസ്കർ, ഇന്നിപ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് നടപ്പാക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുന്നണി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വേണോ എന്ന് തീരുമാനിക്കുമെന്നാണ്. അപ്പോൾ മുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസമേ പറഞ്ഞു വെറുതെ ഫണ്ട് തളയേണ്ട കാര്യമില്ലല്ലോ, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നതല്ലേ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പിന്റെ സെക്രട്ടറി ഒരു കൊല്ലം മുമ്പ് കേന്ദ്ര സർക്കാരിന് കത്ത് വായിച്ചിട്ടുണ്ട്, ഞങ്ങളിത് നടപ്പാക്കാൻ സന്നദ്ധമാണ് എന്ന് കാണിച്ച്. അപ്പോൾ ഈ മുന്നണി എന്നൊക്കെ പറയുന്നത് ഒരു പ്രഹസനം മാത്രമാണോ? അഭിലാഷ്, ഇതിൽ പലപ്പോഴും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPI ഒരു നേർവഴിക്ക് ഇടതുപക്ഷ ഏതെങ്കിലും വ്യതിചലനം ഉണ്ടാകുമ്പോൾ നേർവഴിക്ക് നയിക്കുന്ന നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. CPI ഉയർത്തിയിരിക്കുന്ന ആശങ്ക CPM ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 2020 സംബന്ധിച്ച് വളരെ മുന്നേ തന്നെ ഉയർത്തപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്, ആ ആശങ്കകൾ തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത് 1964 കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1964 നടപ്പിലാക്കി വന്ന വിദ്യാഭ്യാസ നയം 1986 92 പുതിയ 2 വിദ്യാഭ്യാസ നയങ്ങൾ കൂടി കൊണ്ടുവന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നു. നമുക്ക് ഇന്ന് വരെ പഠന സംവിധാനത്തിൽ ഉപയോഗിച്ച് വരുന്ന 10+2+3+2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി 5+3+3+4 എന്ന സിസ്റ്റത്തിലേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം മാറ്റുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയും ഒട്ടും വീണ്ടും വിചാരമില്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാഭ്യാസ വിചക്ഷണരുമായി ചർച്ചകൾ പോലും ഇല്ലാതെയായിരുന്നു 2020 വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. ഇത് കാവ്യവൽക്കരണത്തിലേക്കുള്ള എളുപ്പമാർഗമാണ് എന്നുള്ളത് സംബന്ധിച്ച് അന്നു തന്നെ ഉയർന്ന വലിയ ആരോപണമാണ്. എന്തുകൊണ്ടെന്നാൽ ഒന്നാമതായി വിദ്യാഭ്യാസ രംഗം സ്വകാര്യവൽക്കരിക്കുകയും ആദ്യ ചുവടായ PM ശ്രീ പദ്ധതിയെ എന്തിന് ഇടതുപക്ഷ സർക്കാർ അംഗീകരിക്കണം? അതിന്റെ പിറകെ പോകണം. ശരിയാണ്, 1466 കോടിയുടെ കുടിശ്ശികയുണ്ട്, അത് ഗൗരവതരമായ ഒരു വിഷയമാണ്. പക്ഷേ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. അല്ല, അഭിലാഷിൽ ഇത് കാണേണ്ടത് 2024 ഡിസംബറിൽ കേരളത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിട്ടുള്ള ഹൈബി ഈഡൻ പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ആ ചോദ്യത്തിൽ തന്നെ 835 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്നും അത് ജയന്ത് ചൗധരി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ അന്ന് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് മറുപടി പറയുകയുണ്ടായി. 835 കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിന് നൽകാനുണ്ട്, പക്ഷെ ഞങ്ങളത് നൽകില്ല. PM ശ്രീ പദ്ധതിയിൽ MOU ഒപ്പിടാത്തതാണ് അതിന് പ്രധാനമായി കാരണമെന്ന് പറയുന്നു. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനും ധർമ്മപ്രധാൻ ഇത് സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. സമാനമായ മറുപടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. PM ശ്രീയിൽ ഒപ്പിടാതെ സർവശിക്ഷ അഭിയാൻ പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഈ 1400 ചില്ലുവാനും കോടി രൂപ നൽകില്ല എന്ന നിലപാട് കേന്ദ്രം എടുത്തിരിക്കുന്നു. ആ നിലപാടിലൂടെ നമുക്ക് കേരളത്തിന് വന്നിരിക്കുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാവുന്നില്ല, നമുക്ക് ഇതര രീതിയിൽ സ്കൂളുകളുടെ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനാവാത്ത തരത്തിൽ നമ്മുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുത മുന്നിൽ നിൽക്കുമ്പോഴാണ് സ്വാഭാവികമായി PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന തുക ലഭിക്കും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 2020 ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾ, ആ ആശങ്കകൾ ഒക്കെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ്. ആ ആശങ്കകൾ കേരളത്തിലെ വിദ്യാഭ്യാസ നയവുമായി ഒരു തരത്തിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാത്ത തരത്തിൽ ചെയ്തു തീർക്കാനാവുമോ എന്ന ഒരു പരീക്ഷണം കൂടിയാണ് ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടേതായിട്ട് വന്നിട്ടുള്ള വാക്കുകൾ നാം മനസ്സിലാക്കേണ്ടത്. അതൊരു പരീക്ഷണമാണ്. ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ
കടന്നു. കാരണം നമുക്ക് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പല പാരാമീറ്റേഴ്സും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക വിദ്യാഭ്യാസ ക്രമമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ പാരാമീറ്റേഴ്സ് എല്ലാം അച്ചീവ് ചെയ്തത് കൊണ്ട് മറ്റ് പാരാമീറ്റേഴ്സ് മറ്റ് സംസ്ഥാനം ഇപ്പോൾ UP ആണെങ്കിലോ പശ്ചിമ ബംഗാൾ ആണെങ്കിലോ അതല്ലെങ്കിൽ ബീഹാർ ആണെങ്കിലോ ഒറീസ ആണെങ്കിലോ അവർക്കൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയാത്ത പാരാമീറ്റേഴ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ കൂടി മുൻനിർത്തി ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിരാകരിച്ചുകൊണ്ട് കാവ്യവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ട് RSS അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസമുണ്ട്. നമുക്ക് അതിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ട് ഇക്കാര്യത്തിൽ. ആ വിമർശനങ്ങളെ മുഴുവൻ നിർത്തിക്കൊണ്ട് തന്നെ PM ശ്രീയുമായി ചേർന്ന് നിൽക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം സാധ്യമാകുമോ? ഞാൻ പൊളിറ്റിക്കൽ പാനലിസ്റ്റുകളിലേക്ക് രണ്ടുപേരിലേക്കും ശ്രീ ഉല്ലാസ് ബാബുവിലേക്കും അതുപോലെ തന്നെ ശ്രീ ജിൻഡോ ജോണിലേക്കും വരാം. ശ്രീ അമൃത് കുമാർ, അങ്ങനെ PM ശ്രീ നടപ്പാക്കുക, അതേസമയം തന്നെ NEP-യിൽ നിന്ന് 2020 NEP-യിൽ നിന്നൊരു അകലം പാലിക്കുക എന്നുള്ള കാര്യം പ്രായോഗികമാകുമോ? ഇവിടെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളാണ് ഉൾപ്പെടുക. പക്ഷെ അതിൻ്റെ മാനദണ്ഡം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫോളോ ചെയ്യുന്ന കരിക്കുലമാകണം എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഒരു വിഭാഗം സ്കൂളുകൾ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വീതം NEP-യിലേക്ക് മാറുകയും മറ്റുള്ളവ മാറാതിരിക്കുകയും ചെയ്യുക എന്ന സാഹചര്യത്തിലേക്ക് വരും. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വേറെ, PM ശ്രീ വേറെ എന്ന ആ നിലപാട് നിലനിൽക്കുന്നതാണ്? അല്ല, അങ്ങനെ നിലനിൽക്കുന്നതല്ല. കാരണം നമ്മൾ ഒപ്പുവെക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻസിൽ ഒന്നാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒപ്പിടുകയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വയ്ക്കുന്ന മുഴുവൻ കണ്ടീഷൻസും പാലിക്കാം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുക്കുകയാണ് ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വഴി. അപ്പോ PM ശ്രീ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടീഷണലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുൻപോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ ഘടനയുടെ മാറ്റം അടക്കം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 5+3+3+4 എന്ന് പറയുന്ന ഘടനയടക്കം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പൊതുവായിട്ട് നിലനിൽക്കുന്ന ഒരു ചെറിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്ക് നയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കേരളം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് മുൻപോട്ട് വയ്ക്കുന്ന സിലബസ് നിർബന്ധമായിട്ടും കേരളത്തിൽ പഠിപ്പിക്കേണ്ടി വരും എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം നമ്മുടെ സ്കൂളുകൾ പല രീതികളിലാണ്. ഒന്ന് സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകളുണ്ട്, ഒന്ന് CBSE ബോർഡ് സ്കൂളുകളുണ്ട്, മറ്റു ബോർഡുകളുമുണ്ട്. അതിനകത്ത് CBSE ബോർഡിന്റെ സ്കൂളുകളുടെ സിലബസ് നിർണ്ണയിക്കാനുള്ള അധികാരം മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റിനും NCERT വഴി സെൻട്രൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, CBSE വഴി നടത്തുന്നത്. അതേസമയം സ്റ്റേറ്റ് ബോർഡിന്റെ സിലബസുകൾ നിർണ്ണയിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡിന്റെ സിലബസ് നിയന്ത്രിക്കുന്നതിന് പൂർണ്ണ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെയായിരിക്കും. അതുകൊണ്ട് NEP-യിലേക്ക് മാറിയാൽ കേരളത്തിലെ മൊത്തം സിലബസും മാറും, ദേശീയ തലത്തിലുള്ള സിലബസിനനുസരിച്ച് മാറും എന്നുള്ളൊരു പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് PM ശ്രീയിലേക്ക് മാറിയാലും അങ്ങനെ മാറുകയില്ല. മറിച്ച് സ്റ്റേറ്റ് ബോർഡാണ് സ്റ്റേറ്റിന്റെ സിലബസ് നിർണ്ണയിക്കുന്നത്, സെൻട്രൽ ബോർഡാണ് CBSE-യുടെ സിലബസ് നിർണ്ണയിക്കുന്നത്. അങ്ങനെ മാറുമ്പോൾ ഈ 2 ബോർഡുകളും രണ്ടായി തന്നെ മുൻപോട്ട് പോകും. പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന 5 വർഷത്തെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആയിട്ടുള്ള ഏതാണ്ട് 1.89 കോടി രൂപ ഓരോ സ്കൂളുകൾക്ക് ലഭിക്കുകയും ആ സ്കൂളുകൾക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വളരെ എക്സലന്റ് ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് മുഴുവൻ നടപ്പാക്കപ്പെടുന്ന ഒരു പദ്ധതിയല്ല, മറിച്ച് സെലക്ടഡ് സ്കൂളുകളിൽ മാത്രമുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ് NEP കേരളത്തിൽ നടപ്പാക്കുക എന്നുള്ളത്. അപ്പം ഒന്ന് PM ശ്രീ നടപ്പാക്കുകയും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാതിരിക്കുകയും ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റിന് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ പണം വാങ്ങുന്നത്. അവിടെ ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനോട് നിങ്ങൾ PM ശ്രീ നടപ്പാക്കരുത് എന്ന് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളാണ്. കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും PM ശ്രീ പദ്ധതി അനുസരിച്ചുള്ള സഹായധനം കിട്ടുന്നുണ്ട്. ഈ SSIയുടെ അടക്കം ഗ്രാന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനുമില്ല. എന്നോടാണോ അഭിലാഷ്?
ശ്രീ ജിൻഡോ ജോൺ. ശ്രീ അഭിലാഷ്, ഇതിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട എന്ന് കോൺഗ്രസ് അല്ലല്ലോ പറയുന്നത്. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലുള്ള ആളുകളല്ലേ. പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നിരിക്കുന്ന ലേഖനം എന്താണ്? ഈ PM ശ്രീ പദ്ധതി സംഘപരിവാർ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. ദേശാഭിമാനിയുടെ മുൻ ലേഖനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ CPM-ന്റെ പ്രതിനിധികൾ വരാത്തത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടല്ല, അവർ വരാതിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് CPM-ന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പ്രതിനിധികൾ വന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാത്തത്? ഇതിനു മുമ്പ് പല ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ നയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ അംഗീകരിക്കാതെ മുട്ടുമടക്കാതെ വേണ്ടെന്ന് വെച്ച 1400 കോടിയെക്കുറിച്ചിട്ടൊക്കെ വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പോൾ അവർ പറയുന്നു പണം കിട്ടുമെങ്കിൽ നമ്മളത് വാങ്ങാം എന്ന്. പണത്തിൻ്റെ മുമ്പിൽ ഇവരുടെ നിലപാട് മാറ്റിയോ? അതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ പല സർക്കാർ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ കർണാടക ഉൾപ്പെടെയുള്ള സർക്കാരുകൾ മുൻപേ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് തുടർന്ന് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് മുമ്പേ അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ പല പ്രോജക്റ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ധാരണയായ പല പ്രോജക്റ്റുകളും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളത് ചില സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലും കർണാടക സർക്കാരിൻ്റെയോ തെലങ്കാന സർക്കാരിൻ്റെയോ സംഘപരിവാർ വിരുദ്ധ നയങ്ങളെ സംശയിക്കേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും അഭിമാനിക്കുന്നത് അഭിലാഷെ, CPM-ഉം കോൺഗ്രസും എല്ലാവരും LDF-ഉം UDF ഒക്കെ അഭിമാനിക്കുന്നത് എന്താ? ഈ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ ഒറ്റപ്പെട്ട് ഒന്നിച്ച് നിന്ന് പോരാടുന്ന സംസ്ഥാനം എന്നുള്ള രീതിയിലല്ലേ? ആ സംസ്ഥാനം എന്നുള്ള ഖ്യാതിയിൽ നിന്ന് എപ്പോഴാണ് CPM-ന്റെ നിലപാട് മാറിയത്? പോളിറ്റ് ബ്യൂറോയുടെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഒരു നിലപാട് പറയുന്നു, സംസ്ഥാനത്തെ പിണറായി ബ്യൂറോയിൽപ്പെടുന്ന ശിവൻകുട്ടി മന്ത്രി വേറൊരു നിലപാട് പറയുന്നു, ദേശാഭിമാനി പത്രത്തിൽ ഒരു നിലപാട് വരുന്നു, പീപ്പിൾസ് ഡെമോക്രസിയിൽ വേറൊരു നിലപാട് വരുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 2024 മാർച്ചിൽ തന്നെ ഇവർ ഈ നയപരിപാടികൾ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഇന്നിപ്പോൾ വിവരങ്ങൾ മാതൃഭൂമിയിൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ വലിയ വായിൽ പ്രസംഗിച്ച CPM നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് എന്നല്ല അതിനെ പറയാ, എന്നാണ് പറയാ. വർഷക്കാലമായി ഇങ്ങനെ നടപ്പാക്കാതിരിക്കുന്നോ എന്ന ചോദ്യം, നിശിതമായി ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ അനീതി അവിടെ നടക്കുന്നില്ലേ ശ്രീ ജിൻഡോ ജോൺ? ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഈ PM ശ്രീ പദ്ധതി ഇല്ലാത്തത് കൊണ്ട് PM ശ്രീ പദ്ധതിക്ക് കിട്ടേണ്ട പണം കിട്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് SSAയുടെ മുഴുവൻ ഫണ്ടും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നോക്കണം, ഇത് നമ്മളൊരു ഫെഡറൽ സംവിധാനമാണ്. ഞാനും ജിൻഡോ ജോണും അടക്കമുള്ള സകല പൗരന്മാരും ടാക്സ് കൊടുക്കുന്നവരാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും കേരളീയരുടെ നികുതി പണം വാങ്ങുന്ന കേന്ദ്ര സർക്കാർ ന്യായമായി കേരളത്തിന് തരേണ്ട വിദ്യാഭ്യാസ വിഹിതം തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമായി തോന്നാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അഭിലാഷേ. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് KV തോമസിനെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സർക്കാർ ശമ്പളം കൊടുത്ത് കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ച് അത് പരിഹരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ലല്ലോ, അത് KV തോമസിന്റെ മാത്രം വിഷയമല്ല, ഇവർക്കെതിരെ പോരാടുന്നതെന്ന് പറയുന്നത് അത് ഫെഡറലിസത്തിന്റെ വിഷയമാണ്. മമതാ ബാനർജിക്ക് KV തോമസ് ഇല്ലല്ലോ, MK സ്റ്റാലിന് KV തോമസ് ഇല്ലല്ലോ. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെയും PMAY പദ്ധതിയുടെയും അടക്കം വിഹിതം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സംസ്ഥാനം ജന്മി അവരുടെ കുടിയാന്മാരോട് പെരുമാറുന്ന വിധത്തിൽ പഴയ ഫ്യൂഡൽ കാലത്ത് എങ്ങനെയാണോ തമ്പുരാക്കന്മാർ അവരുടെ അടിയാക്കന്മാരോട് പെരുമാറാൻ പോകുന്നത്, അതേ മട്ടിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നു എന്നൊരു ലാർജർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് അഭിലാഷ്. മമതാ ബാനർജിക്ക് KV തോമസ് ഇല്ല, സ്റ്റാലിന് KV തോമസ് ഇല്ല, പക്ഷെ അവർക്കൊക്കെ ആർജവമുണ്ട്. അവർ ഈ പദ്ധതിയുടെ മുമ്പിൽ മുട്ടുമടക്കാതെ തന്നെ പോരാടാനുള്ള ആർജവം അവർക്കുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് ആഘോഷ മഹാമഹം നടത്താൻ വേണ്ടിയിട്ട് 14 ജില്ലകളിലുമായിട്ട് ചെലവഴിച്ചത് 200 കോടി രൂപയാണെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നു. 15 കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ദേശീയപാതയോരത്ത് അടിച്ചു വെച്ചു. അങ്ങനെ കോടിക്കണക്കിന് രൂപ ദൂർത്ത് നടത്തുമ്പോൾ 1400 കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നത് അന്യായമാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. ആ 1400 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് PM ശ്രീ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അത് എന്ത് തരം പൊളിറ്റിക്സാ? പണത്തിന്റെ മുമ്പിൽ നിലപാട് മാറിയോ CPM-ന്റെ? അതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ ഹസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്ന PM ശ്രീയിൽ പറയുന്ന പ്രോജക്റ്റുകൾ പ്രകാരമുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഇപ്പോഴേ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന്. പിന്നെ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള പാരാമീറ്റർ എന്താ? കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമാണോ? അത് മാത്രം അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴാണോ ഈ പദ്ധതികൾ നമ്മൾ എടുക്കുന്നത്? കേന്ദ്ര സർക്കാർ ഈ നയം കൊണ്ടുവരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ
എല്ലാ സ്ഥലത്തും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് അമേരിക്കയെ പോലും പിന്തള്ളി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ 1400 കോടി രൂപ കേന്ദ്ര സർക്കാർ അകാരണമായി പിടിച്ചു വെച്ചതിനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നയപരിപാടികൾ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇടത് ബദലല്ല, ഇത് നരേന്ദ്രമോദിയുടെ ഓരം പറ്റി നിൽക്കുന്ന ബദലാണ്. ശരി, അതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഞാൻ വരാം. ശ്രീ ഉല്ലാസ് ബാബു, വിദ്യാഭ്യാസ നയം പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും സംസ്ഥാനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്താണ് അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയത്. ഇവിടെ നോക്കൂ, 1966 NEP അനുസരിച്ച് ത്രിഭാഷാ നയം അത് സജസ്റ്റ് ചെയ്തതാണ്. തമിഴ്നാട് സ്വീകരിച്ചിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ പോലും തമിഴ്നാട് ത്രിഭാഷാ നയം സ്വീകരിച്ചിട്ടില്ല. അവിടെ ദ്വിഭാഷാ നയമാണ്. അവിടെ ഇംഗ്ലീഷും തമിഴും മാത്രമേ ഉള്ളൂ. 1986 വിദ്യാഭ്യാസ നയത്തിലാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങാൻ സജസ്റ്റ് ചെയ്തത്, നിർദ്ദേശിച്ചത്. കേരളം അത് അക്സെപ്റ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ത്രിഭാഷാ നയം കേരളം അക്സെപ്റ്റ് ചെയ്തു. അതേസമയം 1986 പോളിസി അനുസരിച്ച് തമിഴ്നാട് നവോദയ വിദ്യാലയങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഓരോ കാലഘട്ടത്തിലും സംസ്ഥാനങ്ങൾ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിച്ച് അവർക്ക് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 2020 NEP-യിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സംസ്ഥാനങ്ങൾ അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ഫണ്ടുകളും തടഞ്ഞു വെച്ച് സാമ്പത്തികമായി ഉപരോധിച്ച് ഈ സംസ്ഥാനങ്ങളെ ഞെരുക്കുക എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? ഇതിലൊരു രാഷ്ട്രീയമേ ഉള്ളൂ അഭിലാഷേ. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ കുതിപ്പിനോടൊപ്പം നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളും കുതിക്കുക, അവരുടെ എല്ലാ തരത്തിലുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും ഭാവി ഭാരതത്തിന് ഉപയോഗപ്രദമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തിനെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് സകലവിധ മേഖലകളിലുള്ള വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയപ്പെടുന്ന പോസിറ്റീവായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്നോ BJP ഭരിക്കുന്നോ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഭരിക്കുന്നോ എന്നുള്ളതിലല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഈ ചർച്ച നയിക്കുന്ന ശൈലിയിലും അങ്ങനെയല്ല നോക്കേണ്ടത്. മറിച്ച് ഒരു സർക്കാരിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ നയം എന്ന് പറയപ്പെടുന്നത് പൊതുസമൂഹത്തിൽ വളർന്നു വരുന്ന യുവതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന കാര്യമാണ് എങ്കിൽ അതിനെ പരിപൂർണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് അത് ഏത് സർക്കാരുകളും സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾ അംഗീകരിക്കപ്പെടണമെന്നാണ് BJPയുടെ അവകാശവാദം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നോക്കൂ, നല്ല ലാബ് ഉണ്ടാകുന്നതുകൊണ്ടോ നല്ല ലൈബ്രറി ഉണ്ടാകുന്നതുകൊണ്ടോ നല്ല ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടാകുന്നുണ്ടോ സ്മാർട്ട് ക്ലാസ് ഉണ്ടാകുന്നതുകൊണ്ടോ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടോ കുട്ടികൾ കാണാപ്പാഠ സിസ്റ്റത്തിൽ നിന്ന് പ്രായോഗിക പഠനശൈലിയിൽ ഉണ്ടാകുന്നത് കൊണ്ടോ അധ്യാപകർക്ക് പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ പരിശീലനങ്ങൾ കൊടുക്കുന്നത് കൊണ്ടോ കുട്ടികളുടെ അവിടുത്തെ എൻവയോൺമെൻറ്റൽ സ്റ്റൈലിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടോ സോളാർ സിസ്റ്റം വരുന്നത് കൊണ്ടോ നല്ല മാലിന്യ സംസ്കരണ പ്ലാന്റുകളുള്ള ആ ഒരു ശൈലി വരുന്നത് കൊണ്ടോ ആ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന ശൈലികളിൽ മാറ്റം വരുന്നത് കൊണ്ട് അത് കുട്ടികൾക്ക് ഗുണകരമാണ് എങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ ആ കുട്ടികളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നത്? എന്തിനാണ് ആ സർക്കാർ കുട്ടികളുടെ അവകാശത്തെ 2 വർഷത്തോളമായിട്ടും മാറ്റിവെച്ചത്? അവിടെ പരിപൂർണമായി ഉല്ലാസ് ബാബു, ഈ പറയുന്ന പശ്ചാത്തല സൗകര്യ വികസനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടക്കാതിരിക്കുന്നുണ്ടോ? 60% ഫണ്ട് കേന്ദ്ര സർക്കാർ കൂടി സെലക്ടഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ എന്ന നിലയിൽ സെലക്ട് ആയ സ്കൂളുകൾക്ക് ലഭ്യമാവുന്നു എന്നതൊഴിച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഈ പറയുന്നതുപോലെയുള്ള സംവിധാനങ്ങളില്ലാതെ അപര്യാപ്തമായി നിൽക്കുകയല്ലോ. പോയിന്റ് അതല്ല. ഇപ്പോൾ കേന്ദ്രത്തിന്റെ കൂടി ഫണ്ട് അവിടെ വന്നാൽ ഗുണകരം തന്നെ. പക്ഷേ ഈ കാര്യം പറഞ്ഞ് കേരളത്തിന്റെ സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ആദ്യമാണ്. നേരത്തെയും കേന്ദ്രം സജസ്റ്റ് ചെയ്യുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്, സ്വീകരിക്കാതിരുന്നിട്ടുമുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും ആ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാറുള്ള ഫണ്ടുകൾ ഇതുപോലെ തടഞ്ഞു വെച്ചിരുന്നില്ല. ഈ എംബാർഗോ എന്തിനാണ് കേരളം പോലൊരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്നുമില്ല അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയവും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയവും രണ്ടാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികൾ അത് പൊതുസമൂഹത്തിലെ സംസ്ഥാനങ്ങളിലെ വ്യക്തികൾക്കുള്ള അവകാശങ്ങളാണ്. അതൊരു സർക്കാരിൻ്റെ ഔദാര്യം മാത്രമല്ല, അതൊരു സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ജനങ്ങളുടെ അവകാശം കൂടിയാണ്. അത് കൃത്യമായി ദീർഘവീക്ഷണത്തോടുകൂടി ദിശാബോധത്തോടുകൂടി ഒരു സർക്കാർ ഭംഗിയായി അവതരിപ്പിച്ച് മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സംസ്ഥാനം
രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണമായി തെറ്റാണ്. നോക്കട്ടെ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, അഭിലാഷ് നോർമുണ്ടല്ലോ, PM ആവാസ് യോജന ലൈഫ് മിഷനായി മാറിയില്ലേ, MGNREA അയ്യങ്കാളി പദ്ധതിയായി മാറിയില്ലേ, സ്വച്ഛ് ഭാരത് മിഷൻ ശുചിത്വ മിഷനാക്കി ഇവിടെ കൊണ്ടുവന്നില്ലേ, PM കൃഷി സഞ്ജയ് യോജന KM മാണി മൈക്രോ പദ്ധതിയായി വന്നില്ലേ, ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതിയായില്ലേ, NHRM ആർദ്രം പദ്ധതിയായി വന്നില്ലേ, PM ഉജ്ജ്വല യോജന ഫിലമെന്റ് രഹിത കേരളമായി വന്നില്ലേ, PM ഗരീബ് കല്യാൺ യോജന സൗജന്യ റേഷൻ പദ്ധതിയായി വന്നില്ലേ, PM മാതൃവന്ദന യോജന മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമായി വന്നില്ലേ, അടൽ മിഷൻ ഫോർ റിജനുവേഷൻ അർബൻ ട്രാൻസ്ഫോർമേഷൻ അമൃത കേരളമായി വന്നില്ലേ, PM സുകന്യ സമൃദ്ധി യോജന വാത്സല്യ നിധി പദ്ധതിയായി വന്നില്ലേ. അപ്പൊ ഇവിടെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളം പേരുമാറ്റിക്കൊണ്ട് കേരളം ഇതിലെ കേന്ദ്ര വിഹിതവും കേരള വിഹിതവും തമ്മിലുള്ള കൃത്യമായ കണക്ക് പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അപ്പൊ താങ്കൾ പറയുന്ന പോലെ കേന്ദ്രത്തിന്റെ പദ്ധതികൾ, നരേന്ദ്രമോദിയുടെ പണം ഇവിടെ നിന്ന് കേരളത്തിന്റെ പദ്ധതിയായി അവതരിപ്പിച്ചു എന്ന് പറയും. ഇപ്പൊ നോക്കൂ, ഇപ്പൊ താങ്കൾ പറഞ്ഞ PMAY പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമങ്ങളിൽ ഒരു വീട് പണിയാൻ വേണ്ടി കൊടുക്കുന്നത് എത്ര രൂപയാണ്? 80,000 രൂപയാണ്. കേരളത്തിൽ 80,000 രൂപയ്ക്ക് ഒരു വീട് പണിയാൻ പറ്റുമോ? കേരളത്തിൽ 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷനും മറ്റു തരത്തിൽ ലൈഫ് മിഷൻ വഴിയുള്ള കോൺട്രിബ്യൂഷനും വായ്പ അടക്കം ചേർത്തിട്ടുള്ള തുകയാണ്. അങ്ങനെയേ പറ്റൂ. അല്ലാതെ ഈ 80,000 രൂപ കേന്ദ്രം കൊടുക്കുന്നത് കൊണ്ട് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെതാണ്, കേന്ദ്രത്തിന്റെ പേര് മാറ്റി ലൈഫ് ആക്കിയതാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയാണ് കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും തമ്മിൽ കൃത്യമായ താരതമ്യം നമുക്ക് ഈ പദ്ധതിയുടെ കാര്യത്തിലും വ്യക്തമാണ്. ഇതിപ്പോ മോദിയുടെ പദ്ധതി, മോദിയാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ 40% കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഷെയറാണ്. അവിടെയാണ് PM-ന്റെ ലോഗോയും മറ്റു കാര്യങ്ങളും വേണ്ടി വരുന്നത്. PM-ന്റെ എന്ന് ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ പടം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കേന്ദ്ര സംസ്ഥാന സംവിധാനം മുന്നോട്ട് പോകുന്ന സമയത്ത് 60% കേന്ദ്രത്തിൻ്റെയും 40% സംസ്ഥാനത്തിൻ്റെയും വിഹിതവുമായി നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ കൃത്യമായിട്ട് പരസ്പര ശൈലിയിൽ കൃത്യമായി നടപ്പിലാക്കേണ്ടതാണ്. ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത്? എന്തിനാണ് ഇവർ പൈസ നഷ്ടപ്പെടുന്നത്? ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പദ്ധതികൾ എന്തടിസ്ഥാനത്തിലാണ് അവർ മാറ്റിവെച്ചത്? അഭിലാഷിൻ്റെയും ഉല്ലാസ് ബാബുവിൻ്റെയും ജിൻഡോ ജോണിൻ്റെയും അമൃത് ജി കുമാർ അതുപോലെ തന്നെ BN ഹസ്കറുടെയും അച്ഛനും അമ്മയ്ക്കും 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതിയെ എന്തടിസ്ഥാനത്തിലാണ് നേരം വൈകി ഇവിടെ നടപ്പിലാക്കിയത്? ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടുന്ന ESI പദ്ധതിയുടെ ഭാഗമായി റിക്ഷാവാല പദ്ധതി കൊണ്ടുവന്ന സമയത്ത് എന്തടിസ്ഥാനത്തിലാണ് ഇവർ മുടക്കി വെച്ചത്? അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ BJPക്ക് അനുകൂലപ്രദമാകുമോ എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ അവർ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ പ്രയാസമാണ്. ആ പ്രയാസത്തെ കാണാൻ കേരള സർക്കാരിന് കഴിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, കേരള സർക്കാർ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിനകത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്നതോ BJP ഭരിക്കുന്നതായിട്ടുള്ള പഞ്ചായത്തുകൾ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അത് അംഗീകരിക്കാതിരുന്നാൽ ആ കാശ് ഈ സംസ്ഥാന സർക്കാർ പാസ്സാക്കി കൊടുക്കുമോ? ഇല്ല, അതിൽ ആപ്സായി പോകുന്നില്ലല്ലോ. അപ്പൊ ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്ന കുട്ടികളുടെ സൗകര്യങ്ങളെ, അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ ഇവരെ തടഞ്ഞു വെക്കാൻ ശിവൻകുട്ടിക്ക് എന്ത് അധികാരം? CPM സർക്കാരിന് എന്ത് അധികാരം? ആ അധികാരമില്ല. അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് അധികാരം. പകരം അവർക്ക് അർഹതപ്പെട്ട, അവർക്ക് അവകാശപ്പെട്ട ഒരു സർക്കാർ കൊടുക്കുന്ന അവകാശങ്ങളെ, അവരുടെ സൗകര്യങ്ങളെ അവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ പ്രാപ്തിയുള്ള സർക്കാരിന്റെ ഭാഗമായി നിൽക്കേണ്ടവർ ആ പ്രാപ്തി കാണിക്കാതെ വരുന്നിടത്താണ് ഇവിടെ പ്രയാസം ഉണ്ടാകുന്നത്. എല്ലാ പദ്ധതികളും ഇവർ കാണിക്കുന്നുണ്ട്. ശരി, ഈ പദ്ധതികളുടെ ഒക്കെ സംസ്ഥാന വിഹിതം സംബന്ധിച്ച്, സംസ്ഥാനത്തിന്റെ പൊസിഷൻ സംബന്ധിച്ച് എണ്ണി പറയാനും CPM പ്രതിനിധി ഈ ചർച്ചയിൽ വേണ്ടിയിരുന്നു. ഞാൻ അവരെ ക്ഷണിച്ചതാണ്, പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെ ശ്രീ ഹസ്കർ, സർക്കാരിനെ സംബന്ധിച്ച് സങ്കീർണമായൊരു സ്ഥിതിവിശേഷം ഉണ്ട്. ഒന്ന്, PM ശ്രീ പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചാൽ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടാതിരുന്നാൽ ഫണ്ട് കിട്ടില്ല. SSA ഫണ്ട് തന്നെ തടയപ്പെട്ട നിലയിലാണ്. മുമ്പ് അറിയാമല്ലോ, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതേ നിലപാടെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് നാമകരണം ചെയ്യില്ല എന്ന നിലപാടെടുത്തു. അതിനുശേഷം ആ നിലപാട് മാറ്റി കേന്ദ്രം പറഞ്ഞ റൂട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോഴും ഒരു വിഹിതം 2023-24 കാലത്തെ അന്ന് തരാനുള്ള പണം ഇപ്പോഴും തന്നിട്ടില്ല. ആ പണം അവിടെ കിടക്കുകയാണ്. ഈ തരത്തിൽ ഫണ്ടുകളെ സംബന്ധിച്ച് ഫണ്ട് ബ്ലോക്ക് ആവുന്ന സാഹചര്യം നേരിടുന്നു. മറുവശത്ത് രാഷ്ട്രീയമായി എങ്ങനെ ഈ കാര്യം വിശദീകരിക്കണമെന്ന പ്രശ്നം വരുന്നു. കാരണം വളരെ കൃത്യമായ നിലപാടെടുത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ആശയപ്രചരണം നടത്തിയ ഒരു വിഷയമാണ് NEP എന്നുള്ളത്. ഇവിടെ കൃത്യമായും NEP നടപ്പാക്കാതെ PM ശ്രീ നടപ്പാക്കുക എന്നുള്ളത് അസാധ്യമാണ് താനും. ഇത് ഊരാക്കുടുക്കാണ്. ഈ അഭിലാഷ്, ഇതിനകത്ത് ദേശീയ വിദ്യാഭ്യാസം 2020 പ്രഖ്യാപിക്കുന്നത് വളരെ കൃത്യമായി UN അടക്കം നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള
ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. 14,500 സ്കൂളുകൾക്ക് മാത്രമേ 27,360 കോടി രൂപ നൽകുന്നുള്ളൂ. 5 കൊല്ലം കൊണ്ടാണത് നൽകുന്നത്. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഈ 14,500 സ്കൂളുകളെ ഇന്ത്യയിലുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 336 സ്കൂളുകൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്ന് പറയുന്നത്. 1,80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഒരു സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം അടക്കം ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ മുഴുവൻ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇതുവരെ ആയിട്ടില്ല. അപ്പോഴാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂമുകളും അതുപോലെ ഡിജിറ്റൽ ലൈബ്രറികളും സ്കൂളുകൾക്ക് നൽകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആകമാനം ഇൻ്റർനെറ്റ് സൗകര്യം ലഭിക്കാത്തിടത്തോളം കാലം അപ്പോൾ റൂറൽ ഏരിയയിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവാനില്ല. മാത്രമല്ല ഇതിൻ്റെ കരിക്കുലം പാഠ്യപദ്ധതി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ സംസ്ഥാനങ്ങൾക്ക് 4 പോയിന്റ്, അത് NEP-യുടെ 4.31 ക്ലോസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, കരിക്കുലത്തെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കുന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം തന്നെ ഇതിലെ NEP-യിലെ 3.6 പറയുന്നത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടി ഈ പദ്ധതി പ്രകാരം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സമാന്തര വിദ്യാഭ്യാസ പദ്ധതി പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് വളരെ കൃത്യമായി ഇതിലൊരു പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ ഒരു കമേഴ്ഷ്യലൈസേഷനും അവിടെ ഷാസ്കർ ഒന്ന് വളരെ ശക്തമായ പൊതുവിദ്യാഭ്യാസ രംഗമുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, കേരള ബോർഡിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അവകാശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ് വിദ്യാഭ്യാസം. അപ്പോൾ സ്റ്റേറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട സിലബസ് അടക്കമുള്ള പാഠപുസ്തകം അടക്കമുള്ള കാര്യങ്ങൾക്ക് കേരള സർക്കാരിന് അധികാരമുണ്ട് എങ്കിൽ റീസ്ട്രക്ചറിങ്ങിന്റെ പ്രശ്നമുണ്ട്, അതവിടെ നിൽക്കുന്നു. അപ്പോൾ ആദ്യം ഉന്നയിച്ച എതിർപ്പ് രാഷ്ട്രീയമായ എതിർപ്പായിരുന്നോ എന്ന ചോദ്യം വരും. അല്ല, ഇതിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പില്ല. വളരെ സമഗ്രമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം 2020 സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇത് എപ്പോഴൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിൽ തിരിഞ്ഞു കടിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്, കാര്യം ഇടതുപക്ഷം എല്ലാ കാലത്തും അങ്ങ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഒരു അല്പം ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ 2 മുന്നണി സംവിധാനങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ മുന്നണി സംവിധാനവും 1957 ശേഷം ഒരൊറ്റ മുന്നണിയുടെ മുൻ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ചരിത്രത്തിൽ എപ്പോഴും ഘടകകക്ഷികൾക്ക് വെച്ച് നിൽക്കുകയാണ്. സംസ്ഥാനത്ത് EMS പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി നടന്ന 1ാം കേരള പഠന കോൺഗ്രസിന് ശേഷം ആ പഠന കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ആദ്യമായി ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോൾ CPM വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത MA ബേബി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അന്ന്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായി വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം സ്വീകരിക്കുന്നത്. ഏതൊക്കെ നിരാകരിക്കാൻ കഴിയും? ഇപ്പോൾ MOU ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സർവത്ര ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കിക്കൊള്ളണം എന്ന അർത്ഥത്തിൽ നമുക്ക് വിയോജിക്കാനുള്ളിടത്ത് വിയോജിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി നമുക്ക് ലഭിക്കാനുള്ള 1,400 ചില്ലുവാനം കോടി രൂപയെന്ന് പറയുന്നത് ഈ PM ശ്രീ പദ്ധതിയിലൂടെ ലഭിക്കേണ്ട തുകയല്ല, മറിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന തുകയാണ് ലഭിക്കാതിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഒരു വലിയ വാദം ഉന്നയിക്കും, എന്തുകൊണ്ട് കേരളത്തിലെ UDF-ന്റെ 18 MP-മാരുണ്ടെന്നേ, ആ 18 MP-മാർ പാർലമെന്റിൽ എണീറ്റ് നിന്ന് ഇതിനെ സംബന്ധിച്ച് കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ പ്രാതിനിധ്യം. അപ്പോൾ പറയും തമിഴ്നാട് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, തമിഴ്നാട് ഇതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ, തമിഴ്നാടിന് ചെയ്യാൻ കഴിയും. തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും ഉള്ള സാമ്പത്തിക സ്രോതസ്സുകളല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് ലഭിക്കുന്ന വരുമാനം GST-യിലെ മഹാഭൂരിപക്ഷം തുകയും കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ്. ആ കേന്ദ്രം നമുക്ക് നൽകേണ്ട ഗ്രാൻഡുകൾ, ഡിവിസിബിൾ പോളുകൾ, ഇതൊന്നും തരാതെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന നാളുകൾ വിദ്യാഭ്യാസ മേഖലയെ കൂടി ഈ തകർത്ത് ഭാവിയുടെ തലമുറയുടെ പ്രായോഗികമായ സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന ഒരു വിശദീകരണമാണ് താങ്കൾ. ശ്രീ അമൃത് ജി കുമാർ, എങ്ങനെയൊക്കെ PM ശ്രീ നടപ്പാക്കാം എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. ഇപ്പോൾ ഇന്ത്യയിലെ 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി ചേർന്ന 33 സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇത് നടപ്പാക്കുന്നു. 3 സംസ്ഥാനങ്ങൾ, കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളാണ് മാറി നിൽക്കുന്നത്. കോൺഗ്രസ് അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടൊരു റീസ്ട്രക്ചറിങ് ആവശ്യം വരും. 5+3+3+4 എന്ന നിലയിലേക്ക് മാറേണ്ടി വരും, റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ 4 വർഷം ബിരുദം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുവട് പിടിച്ചല്ല എങ്കിലും 4 വർഷം ബിരുദം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ PM ശ്രീയുടെ MOUവിൽ ഒപ്പിട്ടാൽ ഈ പറഞ്ഞ റീസ്ട്രക്ചറിങ് അടുത്ത അധ്യയന വർഷമോ അതിൻ്റെ അടുത്ത അധ്യയന വർഷമോ തന്നെ ആവശ്യമായി വരുമോ? സമഗ്രമായ പൊളിച്ചെഴുത്ത് ആവശ്യം വരുമോ? അങ്ങനെയാണ് എങ്കിൽ അതിന് കൂടുതൽ സമയം ആവശ്യം വരില്ലേ? അഭിലാഷ് എന്നോടല്ലേ? അതെ അതെ. പറഞ്ഞോളൂ ഷാമത്, പറഞ്ഞോളൂ. എന്നോടാണോ അഭിലാഷ്? അതെ അതെ അതെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, താങ്കളോടാണ്. ഓക്കെ അഭിലാഷ്, തീർച്ചയായിട്ടും സ്കൂൾ റീസ്ട്രക്ചറിങ് PM ശ്രീ പദ്ധതിയിൽ ചേർന്നാലും ഇല്ലെങ്കിലും നടത്തേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 5+3+3+4 എന്ന് പറയുന്ന സ്കീമിലേക്ക് കേരളം മാറിയില്ല എങ്കിൽ വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ 10ാം ക്ലാസ്സും +2ഉം കഴിഞ്ഞ് അവര് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമല്ല, സെൻട്രൽ സപ്പോർട്ടഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, NITകൾ, IITകൾ, എയിംസുകൾ, ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ നാച്ചുറലി അവിടുത്തെ അഡ്മിഷന് ചോദിക്കുന്ന ബേസിക് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ 5+3+3+4 പാസ്സായിട്ടുണ്ടോ എന്നാണ്. ഇപ്പൊ ചോദിക്കുന്നത് 10+2 പാസ്സായിട്ടുണ്ടോ എന്നാണ്. നാച്ചുറലി ഇൻ ഫ്യൂച്ചർ അവർ ചോദിക്കുക 5+3+3+4 പാസ്സായിട്ടുണ്ടോ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുട്ടികൾ ഈ റീസ്ട്രക്ചറിന് വിധേയമായിട്ടുള്ള ഒരു സ്കൂൾ ഘടനയിൽ കൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഡെഫിനറ്റ്ലി കേരളത്തിലെ കുട്ടികൾക്ക് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ, എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചേരുന്നതിന് സ്വാഭാവികമായിട്ട് തടസ്സമുണ്ടാവും എന്നുള്ള കാര്യം വളരെ നാച്ചുറലാണ്. കേരളത്തിൽ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആ തടസ്സം ഉണ്ടാവുകയുമില്ല. കാരണം അവർ CBSE സ്കൂളുകളിൽ പഠിച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടും 5+3+3+4 എന്ന സമ്പ്രദായത്തിലൂടെ അവർക്ക് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാം. അതിന്റെ അർത്ഥം നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് സ്കൂൾ റീസ്ട്രക്ചറിങ്ങിനെ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എങ്കിൽ കേരളത്തിൽ തന്നെ 2 സ്ട്രീം ഓഫ് വിദ്യാർത്ഥികൾ ഉണ്ടായി വരും. ഒന്ന്, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10+2 പാസ്സാവുകയും CBSEയിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 5+3+3+4 പാസ്സാവുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ സ്കൂൾ അഡ്മിഷന്റെ, അതായത് എൻറോൾമെന്റിന്റെ ഡെമോഗ്രഫി വളരെ പ്രധാനമാകുന്നത്. ഇപ്പോ, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട്, അവരുടെ സർവേയിൽ വന്ന് 2025 കണക്കനുസരിച്ചിട്ട് കേരളത്തിലെ 30.4% വിദ്യാർത്ഥികൾ പഠിക്കുന്നത് CBSE സ്കൂളുകളിലാണ്. അതായത് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും കൂടി ബാക്കിയുള്ള ശതമാനം മാത്രം, ഏതാണ്ട് 70% മാത്രമാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പേരൻസ് ഈ സ്ട്രീമിലേക്ക്, അതായത് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊതിക്കുന്ന പേരൻസ് ആണ്. കേരളത്തിന്റെ കോച്ചിങ്, പ്രൈവറ്റ് കോച്ചിങ്ങിന്റെ എമൗണ്ട് എടുത്തു നോക്കിയാൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ പ്രൈവറ്റ് കോച്ചിങ്ങിന് വേണ്ടി പണം ചെലവാക്കുന്ന രക്ഷകർത്താക്കളാണ് കേരളത്തിലുള്ളത്. അത് തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ദേശീയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു താല്പര്യമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് മാറിയില്ല എങ്കിൽ, ഇപ്പം PM ശ്രീ പദ്ധതിയുടെ പ്രഷറിലൂടെ അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മാറേണ്ട ഒരു അവസ്ഥ സംജാതമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ സ്വാഭാവികമായിട്ടുള്ള ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള, ഇപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള ഒഴുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഗവൺമെന്റ് സ്കൂളുകളെയും എയ്ഡഡ് സ്കൂളുകളെയും മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ PM ശ്രീ പദ്ധതിയിലേക്ക് മാറേണ്ടതിന്റെ ഒരു ആവശ്യം. കാരണം ഈ PM ശ്രീ പദ്ധതിയിലേക്ക് മാറുന്നതിന് ഒരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് പറയുന്നത് ചില കണ്ടീഷൻസ് മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കണ്ടീഷൻസിനെ എന്ന് പറയുന്ന ആശയത്തെ മാത്രം എടുത്ത് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, കണ്ടീഷൻസ് ഇല്ലാതെ ഒരു ഫണ്ടിങ്ങും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു സെൻട്രൽ ഗവൺമെന്റും ഒരിക്കലും നൽകിയിട്ടില്ല. ഞാൻ സെൻട്രൽ ഗവൺമെന്റുകളുടെ എല്ലാ ഫണ്ടിങ്ങിനും കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ ഗുണദോഷങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഞാൻ പോകുന്നത് വിചാരിക്കരുത്. അതിന് ഗുണമുണ്ട്, ചില കണ്ടീഷൻസിൽ ദോഷങ്ങളുമുണ്ട്. അതിനോട് ഞാൻ വ്യക്തമായിട്ട് വിയോജിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ തന്നെ ഒരു ഉദാഹരണം എടുത്തു നോക്കാം. 2025 മാർച്ചിൽ ഫിനാൻസ് മിനിസ്ട്രി ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളും അവരുടെ കയ്യിലുള്ള ഫണ്ടുകൾ മുഴുവൻ ട്രഷറിയിലേക്ക് മാറ്റിയില്ല എങ്കിൽ ഈ വർഷത്തെ ഗ്രാന്റ് കൊടുക്കില്ല എന്നത്. ഇതൊരു കണ്ടീഷനാണ്.
ഈ കണ്ടീഷൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അവിടുത്തെ പ്രൊഫസർമാർക്ക് അടക്കം പല ഫണ്ടിങ് ഏജൻസികൾ, ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഫണ്ടിങ് ഏജൻസികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ടിങ് അടക്കം ഏതാണ്ട് 1500 കോടിയിലധികം രൂപ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതൊരു കണ്ടീഷനാണ്. രണ്ടാമത് റൂസ, രാഷ്ട്രീയ ഉച്ചാത്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ആശയം അത് മുൻപോട്ട് കൊണ്ടിരുന്നത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. അന്നും കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്റ്റാർട്ട് ചെയ്യണം. അതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആന്ധ്രയും തമിഴ്നാടും ഒക്കെ തുടങ്ങിയിരുന്നു, നമുക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ടിങ് ബ്ലോക്ക് ആകുന്ന അവസ്ഥ വരികയുണ്ട്. രാഷ്ട്രീയ ഉച്ചാത്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് തരില്ല എന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആരംഭിച്ചത്. അതിനുശേഷം രണ്ടാമത്തെ അടുത്ത ഘട്ടത്തിലെ ഫണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു നാക്കിന്റെ മാതൃകയിൽ സാക്ക് രൂപീകരിക്കണം, അതായത് സ്റ്റേറ്റ് അസസ്മെന്റ് അക്രഡിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അതും രൂപീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ട് റിലീസ് ചെയ്യുന്ന ഏജൻസികളെല്ലാം തന്നെ കണ്ടീഷൻസ് മുൻപോട്ട് വയ്ക്കാറുണ്ട്. എന്നാൽ ഈ കണ്ടീഷൻസ് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവയെ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. എന്നാൽ ഈ ഫണ്ടിങ്, അതായത് രാഷ്ട്രീയ ഉച്ചാത്ര ശിക്ഷ അഭിയാൻ ആയാലും ശരി, PM ശ്രീ ആയാലും ശരി, സമഗ്ര ശിക്ഷ അഭിയാൻ ആയാലും ശരി, ഇത്തരം ഫണ്ടുകൾ കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അത് ഭരണഘടനാപരമായിട്ട് സെൻട്രൽ ഗവൺമെന്റുകൾക്ക് കൊടുക്കേണ്ട നിബന്ധനയുള്ള ഫണ്ടുകളല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ചേർന്നാലും ശരി, ചേർന്നില്ലെങ്കിലും ശരി, കേരളത്തിലെ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രഷർ ഓവർ ദ ഇയേഴ്സ് ഗവൺമെന്റുകളുടെ, അത് ഇടതായാലും വലതായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അവിടെ ശ്രീ അമൃത്, ഒന്ന് ഈ കേസ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് പാർദിവാലയുടെ ബെഞ്ചിലെത്തിയപ്പോൾ NEP അഡോപ്റ്റ് ചെയ്യണമെന്ന് സംസ്ഥാനങ്ങളെ നിർബന്ധിക്കാനാകില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ ടെക്നോളജി രംഗത്തെ, പ്രത്യേകിച്ച് IT രംഗത്തെ പല അന്താരാഷ്ട്ര ഫിഗേഴ്സിനെയും കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. തമിഴ്നാട് ഒരു കാരണവശാലും ഈ NEP അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവരെ സംബന്ധിച്ച പ്രശ്നം നമ്മുടേതുപോലെ ഈ പറഞ്ഞ ബ്രാൻഡിങ്ങിന്റെ പ്രശ്നമോ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമോ എന്നുള്ളത് ഒരു ഭാഷാ പ്രശ്നമാണ്. അവർ ഒരു കാലത്തും NEP 1960കളിൽ പോലും ഈ ത്രീ ലാംഗ്വേജ് പോളിസി, ട്രൈലിംഗ്വൽ പോളിസി മുന്നോട്ട് വെച്ചപ്പോൾ അത് സ്വീകരിക്കാതെ അതിനെ റിജക്ട് ചെയ്ത ആളുകളാണ്. അവിടെ ഒരു കാരണവശാലും ഹിന്ദി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രൈലിംഗ്വൽ പോളിസി അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കേരളത്തിലെ കുട്ടികൾ നേരിടുന്നതിനേക്കാൾ വലിയ പ്രശ്നം അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ കുട്ടികൾ നേരിടേണ്ടി വരില്ലേ? അതിപ്പോൾ ദക്ഷിണേന്ത്യയിലെ കുട്ടികളുടെ ആകെ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് വരില്ലേ? ഒരു സംസ്ഥാനം മാത്രമായി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് പെരുമാറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ തന്നെ കാര്യം എടുത്താൽ സ്കൂൾ തലത്തിൽ ഈ ഫണ്ടിങ്ങിന് വേണ്ടി ഇത്രയധികം നിർബന്ധം പിടിക്കുന്നതിന്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം സർവകലാശാല തലത്തിൽ NEPയുടെ പല കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞു. ഉദാഹരണമായിട്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് NEP 2020യുടെ നിർദ്ദേശമാണ്. ഞാനിപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിന്റെ പോർട്ടൽ എടുത്ത് നോക്കിയപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ABCയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുത്തു. തമിഴ്നാട്ടിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ABCയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അർത്ഥം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നൽകുന്ന ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും യൂണിവേഴ്സിറ്റികൾ അതിന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത് സ്കൂൾ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഘടനാമാറ്റം മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത്. അതായത് 5+3+3+4 എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് നിലനിൽക്കുന്നത്. എനിക്കൊന്ന് NEP എന്നതുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ സ്കൂൾ തലത്തിൽ മനസ്സിലാക്കുന്നത് 10+2 എന്നുള്ള ആശയം മാറി, എന്നുള്ള ഘടന മാറി 5+3+3+4 വരും എന്നുള്ളൊരു കാര്യം മാത്രമാണ് ആൾക്കാർ സാധാരണയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനപ്പുറം NEP പറയുന്ന പല ഘടകങ്ങളും കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സ്കൂൾ തലത്തിലും തമിഴ്നാട്ടിലെ സ്കൂൾ തലത്തിലും നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന PM ശ്രീ എന്ന് പറയുന്നത്. അതിൽ മാത്രം പങ്കെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ മറിച്ച് കേരളത്തിന്റെ SCRT ഉദ്യോഗസ്ഥരടക്കം, തമിഴ്നാടിന്റെ SCRT ഉദ്യോഗസ്ഥരടക്കം NCERTയുടെ ട്രെയിനിങ്ങുകളിലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ മന്ത്രിയുടെ പൊസിഷനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ശിവൻകുട്ടി മന്ത്രിയുടെ പൊസിഷനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സെൻട്രൽ ഫണ്ടിങ് വാങ്ങി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അതായത് യൂണിവേഴ്സിറ്റികളടക്കം, അതായത് കോളേജുകളടക്കം രാഷ്ട്രീയ ഉച്ചാത്ര ശിക്ഷ അഭിയാൻ അടക്കമുള്ള ഫണ്ടിങ്ങിലൂടെ പണം വാങ്ങുന്നു. അതുപോലെ തന്നെ UGCയുടെ പണം വാങ്ങുന്നു. എന്തുകൊണ്ട് സ്കൂളിന് മാത്രം പറ്റുന്നില്ല എന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമാണ്.
മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട. കേരളത്തിന്റെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പിന്നെ സ്ഥാപനങ്ങളിലേക്ക് പൈസ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ പൈസ വരുന്നുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ, ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ നിബന്ധന വെച്ചിട്ടുണ്ട്. NEP-യുടെ ഇംപ്ലിമെന്റേഷൻ വേണം എന്ന് പറഞ്ഞിട്ട്. അത് നടപ്പാക്കാതിരിക്കുമോ കേരളത്തിൽ? എനിക്ക് തോന്നുന്നില്ല. അതും നടപ്പാക്കേണ്ടി വരും. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് NEP നടപ്പാക്കേണ്ടുന്നത് ഒരിക്കലും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. മറിച്ച് അതൊരു കൺകറന്റ് ലിസ്റ്റിലുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ഉദാഹരണമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു ഓപ്പൺ സർവകലാശാല എന്ന് പറയുന്നത്. 1986 കേരളത്തിൽ ഓപ്പൺ സർവകലാശാല തുടങ്ങിയത് എന്താണെന്നറിയോ? 2020 നമ്മൾ നടപ്പാക്കിയിട്ടില്ലല്ലോ. കേരളം നടപ്പാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള എത്രയോ നിർദ്ദേശം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് തന്നെ നടപ്പാക്കി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് 1986 നിർദ്ദേശമായിരുന്നു. ഇന്ത്യയിൽ തന്നെ നടപ്പാക്കിയ 2019 മറ്റുമാണ് നാഷണൽ ടെസ്റ്റിംഗ്. യാതൊരു വിധത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് നിർബന്ധമില്ല. ഒരിക്കലും പ്രസ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കില്ല. മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പ്രഷറൈസ് ചെയ്യുന്നതിന്റെ മാർഗം ഫണ്ടിങ്ങിന്റെ റെഗുലേഷനിലൂടെ മാത്രമാണ്. ഇനി ഫണ്ടിങ്ങിന്റെ റെഗുലേഷനെ ഓവർകം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയും മാനസികമായിട്ടുള്ള ധൈര്യവും സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരി, ഇവിടെ ശ്രീ ജിൻഡോ ജോൺ, കേവല രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ ഫാക്റ്റായി നിൽക്കുന്ന കാര്യങ്ങൾ ഇവിടെ ശ്രീ അമർജി കുമാർ പറഞ്ഞതുപോലെ, സുപ്രീം കോടതിയും വ്യക്തമാക്കിയതുപോലെ NEP നിങ്ങൾ അഡോപ്റ്റ് ചെയ്തോണം എന്ന് സംസ്ഥാനങ്ങളെ നിർബന്ധിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. പക്ഷെ അവർ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലേതിന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇത്തവണത്തെ NEP അനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതിന് നിലവിലുള്ള രീതി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 33 സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായ 33 ഭരണകൂടങ്ങൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞു. 3 ഭരണകൂടങ്ങൾ മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ: വെസ്റ്റ് ബംഗാൾ, കേരളം, തമിഴ്നാട്. ഈ 3 ഭരണകൂടങ്ങൾ ഒഴിച്ചാൽ ബാക്കി 33 ഭരണകൂടങ്ങളും അഡോപ്റ്റ് ചെയ്ത ഒരു സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും ഒരു സംസ്ഥാനത്തിന് മാറി നിൽക്കാൻ കഴിയുമോ? നമ്മൾ ഒറ്റയ്ക്കൊരു രാജ്യമല്ല, ഒരു ഭൂഖണ്ഡമല്ല, നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. ഇനിയിപ്പോൾ ഫണ്ട് ഈ 1466 കോടി എന്നുള്ളത് ഫണ്ട് അത് വേണ്ട എന്ന് വെച്ചാൽ പോലും ലോങ് റണ്ണിൽ നമുക്ക് ഈ ഇന്ത്യൻ മുഖ്യധാരയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഭരിക്കുന്ന നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെയും തെലങ്കാനയിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കുമുള്ള സൗകര്യം കേരളത്തിലെ ഒരു കുട്ടിയുടെ രക്ഷകർത്താവിന് അല്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നതും പ്രശ്നമാണല്ലോ. വേണം അഭിലാഷേ, ഈ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടണം. അത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടുന്നതിനേക്കാൾ വലിയ ഫെസിലിറ്റീസ് കാലങ്ങളായി, പതിറ്റാണ്ടുകളായി, 70കളുടെ അവസാനം തൊട്ട് ഈ സംസ്ഥാനത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. 1-ാം നമ്പർ സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇനിയും മറ്റുള്ളവരുടെ ഒപ്പം നമ്മൾ എത്തിയില്ലെന്ന് പറഞ്ഞാൽ ഇത് 2 തരം വാദവും. ഒരേ സമയം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പറയും കേരളം വളർന്നിട്ടില്ല സാമ്പത്തികമായിട്ടെന്ന്. അല്ലാത്ത സാഹചര്യത്തിൽ പറയും കേരളം നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്ന് പറയും സർക്കാരിൻ്റെ ദൂരത്ത് വരുമ്പോൾ. ഇതിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് രാഷ്ട്രീയമായി ഇല്ലാതെ പോകുന്നു. ഇവിടെ ഒരു കാര്യം സുവ്യക്തമാണ്: കേന്ദ്ര സർക്കാർ അവരുടെ നയപരിപാടികളുടെ ഭാഗമായിട്ട് അതിനോട് എതിർത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളോട് ഉള്ള നയത്തിൻ്റെ എതിർപ്പിൻ്റെ ഭാഗമായിട്ട് അവർ സാമ്പത്തികമായിട്ടുള്ള വരിഞ്ഞു മുറുക്കലിൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ പിടിച്ചു വെക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് RSSകാരനായിട്ടുള്ള ഗവർണറോടൊപ്പം കേരള ഹൗസിൽ പോയി പ്രാതൽ കഴിക്കുകയും RSSകാരായിട്ടുള്ള ഗവർണറെ കൂട്ടി അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസാരിച്ചൊരു ധാരണയിലെത്താൻ പറ്റാത്തത് എന്നുള്ള സംശയം രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്ന. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന എല്ലാവരുടെയും കൂട്ടത്തിൽ ഉള്ള പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് CPM. ഇന്ന് പോലും CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും നിലപാട് അതാണ്. കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള CPIയുടെയും നിലപാട് അതാണ്. ഈ കാലം വരെ, മിനിഞ്ഞാന്ന് വരെ SFIയുടെയും DYFIയുടെയും CPMന്റെ നിലപാട് അതായിരുന്നു. ഈ V ശിവൻകുട്ടി മന്ത്രി പറയുന്നത് വരെ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന പിണറായി പക്ഷത്തുള്ള മുഴുവൻ ആളുകളുടെയും നിലപാട് അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇതിന് മാറ്റം വന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ ഒരു മാറ്റത്തിന് ഒരു കാരണമുണ്ടാകണമല്ലോ. ഇവിടെ
ഈ ഹസ്കറിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒന്നുകിൽ PM ശ്രീക്ക് അനുകൂലമാണെന്ന് പറയണം, അല്ലെങ്കിൽ എതിരാണെന്ന് പറയണം. നമ്മൾ അവരുടെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി അതിനുശേഷം നിങ്ങൾ പറയുന്ന ഒരു പോളിസിയും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാനായിട്ട് കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാരുമായിട്ട് MOU ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ പറയുന്ന പോളിസി ഒന്നും നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഒന്നുകിൽ ഒരു തീരുമാനത്തിലെത്തണം. ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നു, PM ശ്രീയിലൂടെ കിട്ടുന്ന പണം വാങ്ങാൻ തയ്യാറായിരിക്കുന്നു, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് സ്കൂളിന്റെ മുമ്പിൽ സെൽഫി സ്റ്റാൻഡ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോ? പക്ഷേ അതിന്റെ കൂടെയുള്ള മറ്റേ സംഘപരിവാർ വിരുദ്ധ ചേരിയുടെ ആ വലിയ ഉപദേശം കൂടി നടത്തി കളയരുത്. ഈ ഒഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കിയിട്ട് അത് പൊട്ടി ആളുകൾ മരിക്കുമ്പോൾ RSSനെതിരെയുള്ള പ്രതിരോധമാണെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അത്തരം ആത്മാർത്ഥതയില്ലാത്ത സമീപനം എടുക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ പരിപാടികൾ നയങ്ങൾ എങ്ങനെയാണ് എതിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗം തന്നെയാണ് PM ശ്രീ. നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, കരിക്കുലത്തിന്റെ കാര്യത്തിൽ, ഇവിടുന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തിന്റെ കാര്യത്തിലൊക്കെ മികച്ചു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മൾ. അതല്ല പ്രശ്നം. നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ല സ്കില്ലും നല്ല ശേഷിയും ഒക്കെ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന നീതി ആയോഗ് റിപ്പോർട്ടും അത് ചെയ്യുന്നുണ്ട്. പ്രശ്നം അതല്ല. നമ്മളിപ്പോ പിന്തുടർന്ന് വന്നിരുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 10+2 10ാം ക്ലാസ് കഴിഞ്ഞ് +2 അത് കഴിഞ്ഞ് ഡിഗ്രി എന്ന സംവിധാനമുണ്ടല്ലോ, അത് ദേശീയ തലത്തിൽ സമ്പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ 10+2 പാസ്സായി കഴിയുന്ന കുട്ടി ഒരു ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷന് തേടി പോകുമ്പോൾ അവനവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കപ്പെടില്ലേ എന്നുള്ളതാണ് പ്രശ്നം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അല്ല. അല്ല, ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികൾ ഈ സംസ്ഥാനത്ത് നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി അഡ്മിഷൻ എടുക്കുന്നത് മാർക്ക് ജിഹാദാണെന്ന് പറയുന്ന അത്രത്തോളം വില കുറഞ്ഞ ദൂരവ്യാപകമായ പ്രത്യാഘാതം മനസ്സിലാക്കാത്ത പ്രസ്താവനകൾ നടത്തിയ നേതാക്കന്മാരും കേരളത്തിലുണ്ട്. ആ പക്ഷത്തുണ്ട് ആളുകളാണ് ഇപ്പോൾ ഈ നയം അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി അവർ ഈ രാജ്യത്തെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് കോടതികളുണ്ടെന്നേ. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോടതികളുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് 100% അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ നയം അക്സെപ്റ്റ് ചെയ്യുന്നു തന്നെയാണ്. ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം. കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ നയപരിപാടികൾ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ പണം വാങ്ങാൻ തീരുമാനിച്ചു, അല്ലാതെ പണം വാങ്ങും നയപരിപാടികൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ഏതെങ്കിലും ഒരു പക്ഷം പറയണമെന്നേ. ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. 2024 മാർച്ചിൽ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ MOU സൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് കത്തയച്ചതിന് ശേഷം കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന CPM-ന്റെ ഈ നിലപാടിനെയാണ് തുറന്ന് എതിർക്കപ്പെടേണ്ടത്. ശരി, ഓക്കെ. ശ്രീ ഉല്ലാസ് ബാബു, തമിഴ്നാടിന് കൊടുക്കാനുള്ളത് 4000 കോടി, ബംഗാളിന് 1745 കോടി, കേരളത്തിന് 1466 കോടി. അപ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും PM ശ്രീ പദ്ധതിയുടെ പണമാണിത്, PM ശ്രീ പദ്ധതി ഈ സംസ്ഥാനങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ട് PM ശ്രീയുടെ പണം കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. PM ശ്രീയുടെ സെൻട്രൽ ഷെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിനാണ്. അത് വെറും 176 കോടിയാണ്. കാരണം അത്രയൊന്നും നമ്പറില്ല, ഇത്രയേ ഉള്ളൂ. PM ശ്രീയുടെ പണം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിന് കിട്ടാനുള്ളത് എങ്ങനെ പോയാലും 100 ആ പരിസരത്തുള്ള കോടികളാണ്. പക്ഷേ കിട്ടാനുള്ളത് എന്ന് പറയുന്നത് SSIയുടെ ഫണ്ടാണ്. അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ PM ശ്രീയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓരോ സംസ്ഥാനത്തിനും അവകാശപ്പെട്ട വിദ്യാഭ്യാസ വിഹിതം നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. PM ശ്രീ എടുക്കുന്നില്ലെങ്കിൽ PM ശ്രീക്ക് കൊടുക്കണ്ട. ബാക്കി പൈസ എവിടെ? അഭിലാഷ് തീരുമാനിച്ച പോലെയോ ഞാൻ തീരുമാനിച്ച പോലെയോ നമ്മൾ ഈ പാനലിൽ ഇരിക്കുന്ന 4 പേരും തീരുമാനിച്ച പോലെയോ അല്ല ഒരു സർക്കാരും സർക്കാരിൻ്റെ നയങ്ങളും ശൈലികളും പോവുക. നമുക്കതിനെ വിമർശിക്കാം. അഭിലാഷിനെ വിമർശിക്കാം, എനിക്ക് വിമർശിക്കാം, ഹസ്കറിന് വിമർശിക്കാം, അമൃത്സാർക്ക് വിമർശിക്കാം, ജിൻഡോനെ വിമർശിക്കാം. പക്ഷേ ഒരു സർക്കാർ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത്, ഒരു വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാനൊരു രക്ഷിതാവും കൂടിയാണ്. BJP എന്നുള്ള ഒപ്പം തന്നെ ഒരു രക്ഷിതാവും കൂടിയാണ്. ഞാനൊരു കാര്യം കൃത്യമായിട്ട് ഒരു പൊതുസമൂഹത്തിൻ്റെ വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയട്ടെ അഭിലാഷ്, നമ്മളൊരു നല്ലൊരു കാര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു തീരുമാനം ഒരു കേന്ദ്ര സർക്കാർ എടുത്താൽ ആ സർക്കാരിൻ്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ നിറമോ അല്ല ഞാൻ നോക്കുക. പകരം എൻ്റെ സമൂഹത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾക്ക് അടങ്ങുന്ന പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അടങ്ങുന്നതാണ് എങ്കിൽ അതിനെ പരിപൂർണമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് രാഷ്ട്രീയം ഗവർണറുടെ കൂടെ പുട്ടും പഴവും കഴിച്ചു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അതല്ല പ്രശ്നമായിട്ട് ഉന്നയിക്കേണ്ടത്. ഇവിടെ എന്താ പ്രശ്നമുള്ളൂ? ഒരു NEP കൊണ്ടുവന്നു. SSAയും അതേപോലെ തന്നെ
PM ശ്രീ പദ്ധതിയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. ആ MOU സൈൻ ചെയ്താൽ തന്നെയാണ് പൈസ കിട്ടുള്ളൂ, ഒരു സംശയവും വേണ്ട. ആ പൈസ സ്വാഭാവികമായിട്ട് വാങ്ങിച്ച് പൊതുസമൂഹത്തിലെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള മന്ത്രിയും സർക്കാരും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവർ 2 വർഷക്കാലം കേരളത്തിലെ കുട്ടികളോട് കാണിച്ചത് നീതികേടാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിനോട് കാണിച്ചും നീതികേടാണ്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സർക്കാർ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അഭിലാഷം നമുക്ക് അറിഞ്ഞൂടെ? ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിൽ അവർ മാറ്റിവെച്ചത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്നും തത്തമേ പൂച്ച പൂച്ച തത്തമേ പൂച്ച പൂച്ച എന്ന ശൈലിയിൽ തന്നെ തുടർന്ന് പോകാൻ സാധിക്കില്ല. ചില മാറ്റങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ആ മാറ്റങ്ങൾ പൊതുസമൂഹത്തിലെ കുട്ടികൾക്ക് ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭാരതത്തിൻ്റെ കുട്ടികളും വളർന്നു വരട്ടെ എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുമ്പോൾ ആ സർക്കാരിൻ്റെ നിലപാടിനെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ നയത്തെ അംഗീകരിക്കണം എന്നുള്ളത് എന്താ തെറ്റുള്ളത്? അവിടെ രാഷ്ട്രീയമല്ലല്ലോ നോക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ, ഞാൻ ചോദിക്കട്ടെ അഭിലാഷം, നമ്മളൊരു ഈ കേരളത്തിൽ താമസിക്കുന്ന ജിൻഡോ അടക്കമുള്ള ആളുകൾ അതിനെ അംഗീകരിക്കും. നോക്കൂ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കണം. നമ്മുടെ ക്യാമ്പസുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ നോക്കുക, ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾ ഇന്ത്യക്ക് അപ്പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ അതിൻ്റെ കാരണം? UK യിലേക്കും പോളണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മക്കൾ കേരളത്തിൽ പഠിക്കുന്നുണ്ടോ? വലിയ കാര്യങ്ങൾ പഠിക്കണോ? ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ശതമാനം കേരളത്തിലല്ല, എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഇതേ പ്രവണതയുണ്ട്. അത് കൂടുതൽ ആസ്പിറന്റ് ആയിട്ടുള്ള കുട്ടികളെ കൂടുതൽ സാധ്യതകൾ തേടിപ്പോകും. അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെയാണ് അവസ്ഥ. അഭിലാഷെ, കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഇവിടെ കൃത്യമായി നടപ്പിലാക്കുന്നതിൽ നിന്ന് പരിപൂർണമായിട്ട് അത് തന്നെ തുടർന്ന് പോരാൻ പറ്റില്ല. ചില മാറ്റങ്ങൾ നിർബന്ധമാണ്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ നിർബന്ധിതമാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കല്ല നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അവിടെ മറിച്ച് വളർന്നു വരുന്ന കുട്ടികളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു കാരണവശാലും ഒരു സർക്കാരിനും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഒരു സർക്കാരിന് അവകാശമില്ല. അതൊരു സർക്കാർ, ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാർ, അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും സർക്കാർ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ തീരുമാനങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് ഗുണം കിട്ടുന്ന തീരുമാനത്തെ ഇവർക്ക് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുക? ഇത് കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാക്കുന്ന കാര്യമല്ല. ഭാഷ എല്ലാം പഠിക്കുന്ന അഭിലാഷേ, അത് ഇംഗ്ലീഷും പഠിച്ചോട്ടെ, മലയാളം പഠിച്ചോട്ടെ, സംസ്കൃതം പഠിച്ചോട്ടെ, ഹിന്ദിയും പഠിച്ചോട്ടെ, എല്ലാം പഠിച്ചോട്ടെ. എന്താ കുഴപ്പം? 4 സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഒരു പ്രയാസം കൂടാതെ നല്ല നീർന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൂടെ എൻ്റെ അഭിലാഷേ? ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വെറുതെ കൊടി, പ്രത്യയശാസ്ത്രം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം, അധികാരം, ഇതെല്ലാത്തിൻ്റെ പുറകിലൂടെ അവരുടെ ആവശ്യം. ആ ആവശ്യം വിട്ടിട്ട് കുട്ടികൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ശിവൻകുട്ടി ഇന്നെടുത്ത തീരുമാനം 2 കൊല്ലം മുമ്പ് എടുക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പഴയ നയമായിരുന്നെങ്കിൽ 30 കൊല്ലം തലമുറ നശിച്ചേനെ. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് തിരുത്തി എന്നതുകൊണ്ട് 2 കൊല്ലത്തിന്റെ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. ഇനി സമരപ്പ തുടങ്ങും. എന്താണെന്നറിയോ? ഇന്നലത്തെ രാത്രി കിട്ടേണ്ട ഭക്ഷണം, കഴിക്കേണ്ട ഭക്ഷണം ഇന്ന് രാത്രി കഴിച്ചുകൊണ്ട് ഇന്നലത്തെ വിശപ്പ് മാറും അഭിലാഷ്. ഇന്നലെ വിഷയത്തിലേക്ക് അടുത്ത ഇടവേളയ്ക്ക് ശേഷം താങ്കൾ പറഞ്ഞ ഒരു കാര്യം അർത്ഥമില്ല. അപ്പൊ ഇനി ഒരു സമരം തുടങ്ങും, കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്ന് സമരം ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഒരു ഡാറ്റ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടവേളയിലേക്ക് പോവാം. കേരളത്തിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പുറത്ത് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഷെയർ അനുസരിച്ച് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ 15%. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിൽ ശൈലിയിലും ഉണ്ടാക്കുമ്പോൾ കേരളത്തിലും അതിന് ഉൾക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ശതമാനത്തിൽ കേരളം ആദ്യത്തെ സ്ഥാനങ്ങളിൽ പോലും. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര 15%, ആന്ധ്രാപ്രദേശ്, തെലങ്കാന 2ാം സ്ഥാനത്ത്, പഞ്ചാബ് 3ാം സ്ഥാനത്ത്, തമിഴ്നാട് 4ാം സ്ഥാനത്ത്, ഗുജറാത്ത് 5ാം സ്ഥാനത്ത്, ഡൽഹി NCR 6ാം സ്ഥാനത്ത്, കർണാടക 7ാം സ്ഥാനത്ത്. കേരളം ആദ്യത്തെ പട്ടികയിൽ പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട്വേർഡ് മൈഗ്രേഷൻ, സ്റ്റുഡന്റ് മൈഗ്രേഷൻ നടക്കുന്നത് കേരളത്തിൽ നിന്നേ. അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ്. ഞാൻ അങ്ങേക്ക് ഉത്തരം എന്നുള്ളതിനപ്പുറത്ത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇവിടുത്തെ കുട്ടികളെല്ലാം ഇവിടെ കൊള്ളാത്തതുകൊണ്ട് പുറത്തുപോയി പഠിക്കുകയാണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ വിഷയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ തീരുമാനം എടുക്കണമെങ്കിൽ ഒരു സെക്കൻഡ്, ഞാൻ അദ്ദേഹത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അങ്ങേലേക്ക് വരാം. ഒരു വാചകത്തിൽ പൂർത്തീകരിക്കുമെങ്കിൽ. അത് കേരളത്തിൽ നമ്മൾ പെർസെൻറ്റേജ് കണക്ക് നോക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലെ ജനസംഖ്യയും കേരളത്തിലെ ജനസംഖ്യ കൂടി ഒന്ന് പരിശോധിക്കണം. അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെ മൊത്തം ഇപ്പോ 100 കുട്ടികൾ പുറത്തേക്ക് പോയാൽ അതിൽ എത്ര പെർസെന്റേജ് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഭരണസംവിധാനത്തിനുണ്ട്. നമ്പറല്ല ഞാൻ പറഞ്ഞത്, ശതമാനക്കണക്കാണ് പറഞ്ഞത്. മൊത്തം പുറത്തുപോയ കുട്ടികളുടെ ശതമാനക്കണക്കാണ് ഞാൻ പറഞ്ഞത്. മൊത്തം 100 പേര് പോയാൽ അതിൽ 15 പേർ മഹാരാഷ്ട്രയിൽ നിന്ന് എന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് ക്ലാരിഫൈ ചെയ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഹസ്കർ, ഇവിടെ ഇപ്പോ
നോക്കൂ, ഈ വിഷയങ്ങളിൽ സമൂഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടായില്ല. മുന്നണി അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ടേ? മുന്നണി ഈ കാര്യം ചർച്ച ചെയ്യാനിരിക്കെ ഇന്നലെ മന്ത്രി രാജൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള നിലപാടുണ്ട്, ആ നിലപാട് മാറ്റേണ്ട സാഹചര്യം വന്നതായി അറിയുകയേ ഇല്ല എന്നാണ്. ഒരു മുന്നണി അവിടെ നിൽക്കുന്നു, ആ മുന്നണി ആലോചിച്ച് തീരുമാനിക്കണം എന്ന അവസ്ഥ ഉള്ളപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഫണ്ട് വേണമല്ലോ എന്ന് പറയാണ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറി കത്തയക്കുകയാണ്. അപ്പോൾ ഒരു ഭരണ മുന്നണി എന്നുള്ള നിലയിൽ ഒരു കോർഡിനേഷൻ എന്നുള്ളത് പ്രധാനമാണല്ലോ. ആദ്യം പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉള്ള ആളുകളെ ബോധിപ്പിച്ചിട്ടല്ലേ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടത്? അല്ല അഭിലാഷ്, ഇതിൽ മുന്നണിക്കുള്ളിൽ ഇത് സംബന്ധിച്ച് 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് സമയത്തു തന്നെ മുന്നണി ഇക്കാര്യത്തിൽ ഒരു ധാരണകളിലെത്തിയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ല. അത് ഒരു തീരുമാനത്തിൻ്റെ, രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണ്. പക്ഷേ അതിനുശേഷം SSIയിൽ അടക്കം നമുക്ക് ലഭിക്കാനുള്ള തുക ലഭിക്കുന്നില്ലാത്ത വല്ലാത്ത ദുർഗതിയിലേക്ക് വിദ്യാഭ്യാസ മേഖല പോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു പല മേഖലകളിലും സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാർ എടുക്കുകയും ഒരുപക്ഷെ അതിനൊക്കെ അടിയറവ് പറയേണ്ട സാഹചര്യവും കേരളത്തിനുണ്ടായിട്ടുണ്ട്. അതിൽ ആ സാഹചര്യങ്ങൾക്കനുസൃതമായി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വല്ലാത്ത പുരോഗതി മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ ആ വസ്തുത നിൽക്കുമ്പോൾ ഇപ്പോൾ PM ശ്രീ പദ്ധതി വരുമ്പോൾ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷമുള്ള സ്കൂളുകൾ നിർമ്മിക്കുന്നു, ഭിന്നശേഷി സൗഹൃദമാവുന്ന അധ്യാപക പരിശീലനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒന്ന്. 2 ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ലൈബ്രറികളും സ്കൂളുകളിലേക്ക് ലഭിക്കുന്നു. ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു സ്കൂളിന് അങ്ങനെ കേരളത്തിലെ 336 സ്കൂളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ നടപ്പിലാക്കണമെങ്കിൽ NEP 2020 അംഗീകരിക്കണം എന്ന കൺപിടുത്തമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. അതിൽ വിയോജിപ്പുകൾ ഇന്നതാണ് ഞങ്ങളുടെ വിയോജിപ്പുകൾ. ആ വിയോജിപ്പുകൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള പദ്ധതി. അത് മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യണം. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. അത് CPI ഉന്നയിച്ചിരിക്കുന്നത് വളരെ കൃത്യവുമായിട്ടുള്ള, വളരെ യുക്തിഭദ്രവുമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ബേബി പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞത് മുന്നണിയിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരം കാര്യം തീരുമാനിക്കാനാവൂ എന്ന് എടുത്തിരിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും ശരി. എന്തായാലും മുന്നണി ചർച്ച ചെയ്യാനിരിക്കുകയാണല്ലോ. ചർച്ച ചെയ്തതിന് ശേഷം ഇടത് മുന്നണി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സങ്കീർണമായ ഒരു വിഷയമാണ്. അതിനെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇടത് മുന്നണി സർക്കാരിന് വന്നു ചേരുകയും ചെയ്തിരിക്കുന്നു. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.